ശബരിമല സ്വർണ്ണമോഷണ കേസിൽ CBI അന്വേഷണം ആവശ്യം ഉന്നയിച്ച BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. ഏത് കേസിലാണ് CBI മികച്ച രീതിയിൽ അന്വേഷിച്ചതെന്ന് കോടതി ചോദിച്ചു. എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെടുന്നതെന്നും CBI മികച്ച രീതിയിൽ അന്വേഷിച്ച അടുത്ത കാലത്തുള്ള 5 കേസിൻ്റെ നമ്പർ പറയാമോ എന്നും കോടതി ആരാഞ്ഞു. സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. സാലി, ഏതായാലും ഈ ദിവസവുമായി ബന്ധപ്പെട്ട 2 ബെഞ്ചുകൾ, ഒന്ന് ജസ്റ്റിസ് രാജാ വിജയരാഘവനും ജസ്റ്റിസ് വിജയകുമാർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഇതിൻ്റെ വിചാരണ അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നത്. രണ്ടാമതിൻ്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുന്നതാണ് ജസ്റ്റിസ് ബദറുദ്ദീൻ അധ്യക്ഷനായ ബെഞ്ച്. കഴിഞ്ഞ ആഴ്ച ജസ്റ്റിസ് ബദറുദ്ദീൻ തന്നെ ചില വിമർശനങ്ങൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ ആ നിരീക്ഷണങ്ങൾ വളരെ കൃത്യമാണ്, അന്വേഷണം ശരിയായ ദിശയിലാണ്. ഒപ്പം തന്നെ എടുത്തു പറഞ്ഞതാണ്, ഈ CBI അന്വേഷണവുമായി വരുന്നവരുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാകുന്നുണ്ട്. ഒരുപക്ഷേ ഈ ഹർജിയുമായി എത്തിയ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള രാജ്യത്തെ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ CBIക്ക് കൂടി നാണക്കേടുണ്ടാക്കുന്ന തരത്തിലായി. ഏത് കേസാണ് വളരെ വിശദമായി കാര്യക്ഷമമായി CBI അന്വേഷിച്ചതെന്ന് ചോദിച്ചു. അടുത്ത സമയത്തെ 5 കേസുകളുടെ വിശദാംശങ്ങൾ പറയുമെന്ന് പരിഹസിക്കുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ചയാണല്ലോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഹർജിക്കാരൻ 40,000 രൂപ ഹൈക്കോടതി പിഴവെടുക്കുകയും ചെയ്തു. എന്തായിരുന്നു ഇന്ന് CBIക്ക് ഈ അന്വേഷണവുമായി എത്തിയവർക്ക് നൽകിയ മറുപടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്? അതായത് സിജു, വളരെ രസകരമായിരുന്നു ഇന്നത്തെ നടപടിക്രമങ്ങൾ. കാരണം ഈ കേസ് എടുത്തപ്പോൾ തന്നെ ജസ്റ്റിസ് രാജാ വിജയരാഘവൻ അധ്യക്ഷനായ ദേവസ്വം ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ കേസിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെടുന്നത്, അതൊന്ന് പറയാമോ എന്ന് ഈ രാജീവ് ചന്ദ്രശേഖരന്റെയും തന്ത്രിമാരുടെ ഒരു സംഘടനയുണ്ട്, തന്ത്രിസഭയുടെ പ്രതിനിധി അഭിഭാഷകൻ, അയാളോടും ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ അങ്ങനെ ഒരു അന്വേഷണം ആവശ്യപ്പെടുന്നത്? കൃത്യമായ ഒരു വിശദീകരണം ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞത് അന്വേഷണം നല്ല നിലയിലല്ല, അതുകൊണ്ട് കേന്ദ്ര ഏജൻസി അന്വേഷിക്കട്ടെ എന്നുള്ളത്. അപ്പൊ തിരിച്ചു കോടതി ജസ്റ്റിസ് രാജാ വിജയരാഘവൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഏത് കേസാണ് നിങ്ങൾ ഈ ആവശ്യപ്പെടുന്ന CBI നല്ല നിലയിൽ അന്വേഷിച്ച് പൂർത്തിയാക്കിയിട്ടുള്ളത്? ഈ സമീപകാലത്തുണ്ടായ ഒരു 5 കേസ് പറഞ്ഞാൽ ഞാൻ കൺവിൻസ് ആകും എന്ന് പറഞ്ഞു. പക്ഷേ അതിൽ നിന്ന് ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. കോടതി തുടർന്നാണ് പറഞ്ഞത്, ശരിക്കും ഈ ഹർജിക്കാരെ പരിഹസിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, രാജ്യത്ത് ചില നിയമങ്ങളുണ്ട്, ഈ കൊച്ചിൻ തിരുവിതാംകൂർ ദേവസ്വം ആക്ട് ഉണ്ട്, അതിനൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റൂ, അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ പറയാനുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് കേസ് 3-4 ഹർജികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്, അതെല്ലാം ഒരുമിച്ച് പരിഗണിച്ചേക്കാം. ആ സമയത്തിനിടയിൽ CBI നിങ്ങൾ തയ്യാറാണോ എന്ന് ഒരു സത്യവാങ്മൂലമായി സമർപ്പിച്ചേക്കുക എന്ന് പറഞ്ഞ് നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കുകയായിരുന്നു. നമുക്കറിയുന്ന പോലെ കഴിഞ്ഞ ആഴ്ചയും ഇതേ ബെഞ്ചിൽ ഇതേ കേസ് വന്നിരുന്നു. അപ്പോൾ കോടതി നിശ്ചിതമായ വിമർശനമാണ് അക്കാര്യത്തിൽ ഉന്നയിച്ചത്. മാത്രമല്ല, എന്തിനാണ് SITയെ മാറ്റുന്നത്? ഏറ്റവും കാര്യക്ഷമമായ അന്വേഷണമാണ് അവർ നടത്തുന്നത്. പിന്നെ ഈ കുറ്റപത്രം കൊടുക്കാൻ വൈകുന്നത് കൊണ്ട് സാങ്കേതികമായി ചില പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു എന്നുള്ളതാണല്ലോ നിങ്ങളുടെ പരാതി. അതുകൊണ്ട് എന്താണ് കുഴപ്പം? എന്താണ് ഈ കേസിനെ ദുർബലപ്പെടുത്തുന്ന ഒരു ഘടകം അതിനുള്ളത് എന്ന് നിങ്ങൾ വിശദീകരിക്കണം എന്ന് കോടതി അന്നും ആവശ്യപ്പെട്ടതാണ്. അവർക്കൊന്നും അതിന് വിശദീകരിക്കാനുണ്ടായില്ല. അവരാകെ രാഷ്ട്രീയമായി UDFും BJPയും ഒക്കെ പുറത്തുന്നയിക്കുന്ന ചില ആക്ഷേപങ്ങൾ, ചില ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയാണ് സമയത്ത് കുറ്റപത്രം കൊടുക്കാത്തത്, അതുകൊണ്ടാണ് ഈ പ്രതികൾക്ക് 90 ദിവസത്തോളം കുറ്റപത്രം കൊടുക്കാത്ത സാഹചര്യത്തിൽ ലഭിക്കുന്ന സ്വാഭാവിക ജാമ്യത്തിന് ഇവർ അർഹരാകുന്ന സാഹചര്യം ഉണ്ടായതെന്നൊക്കെ വാദിക്കുകയാണ് ചെയ്തത്. പക്ഷേ എന്തു കുറ്റമാണ് നിങ്ങൾ ഈ അന്വേഷണത്തിൽ കാണുന്നത് അത് സ്പെസിഫൈ ചെയ്ത് പറയാനാണ് കോടതി, ഡിവിഷൻ ബെഞ്ച് തന്നെയാണ്, ജസ്റ്റിസ് രാജാ വിജയരാഘവൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ആവർത്തിച്ച് ചോദിച്ചെങ്കിലും ഇവർക്ക് ആർക്കും മറുപടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കോടതി ഇത് പിന്നീട് പരിഗണിക്കാൻ മാറ്റി. എന്താണ് കോടതിയുടെ നിലപാട് എന്ന് കഴിഞ്ഞ ദിവസത്തെ അവരുടെ നിരീക്ഷണങ്ങളിൽ നിന്നും ഇന്നത്തെ പരാമർശങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ്. കോടതി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടികളിൽ പൂർണ്ണ തൃപ്തരാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ സിജു സൂചിപ്പിച്ച ജസ്റ്റിസ് ബദറുദ്ദീൻ മറ്റു ചില ജാമ്യാപേക്ഷകൾ വന്നപ്പോൾ ഈ SITക്കെതിരെ ചില പരാമർശങ്ങൾ നടത്തിയത് അത് ഹൈക്കോടതിയുടെ ആകെ പരാമർശമാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെ ചില മാധ്യമങ്ങളും പ്രതിപക്ഷവും BJPയും ഒക്കെ ശ്രമിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ സിംഗിൾ ബെഞ്ചിനേക്കാൾ ഉയർന്ന പദവിയുള്ള 2 ജഡ്ജിമാരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച്, അത് ദേവസ്വം വിഷയങ്ങൾ പരിഗണിക്കുന്ന ദേവസ്വം ബെഞ്ച് കൃത്യതയോടെ ഇക്കാര്യത്തിൽ ഒരു നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ നിലപാട് എന്ന് പറയുന്നത് SITയെ സമ്പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതും അവരുടെ ഇന്നത്തെ അന്വേഷണ രീതിയെയും നടപടിക്രമങ്ങളെയും പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നതുമാണ് എന്നുള്ളതാണ്. അത് ഈ ഹർജിക്കാർക്ക്, ഈ തന്ത്രിസഭ, BJP സംസ്ഥാന അധ്യക്ഷൻ, അവർക്കൊക്കെ ഒരു തിരിച്ചടി എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയ കോലാഹലങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ഡിവിഷൻ ബെഞ്ച് ഇന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കിയെന്ന കാര്യത്തിൽ തർക്കമില്ല.